യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകളിലൂടെ, പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയാണല്ലോ. നമ്മളുടെ ഈ ചിന്തകളുടെ എല്ലാം വളരെ പ്രധാനപ്പെട്ടതായ തറക്കെട്ട് എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നമുക്ക് എങ്ങനെ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സാധിക്കും, പ്രത്യേകിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എപ്രകാരം അങ്ങനെ ആയിരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളുടെ പൊതുവായ ചിന്താവിഷയം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ നാളുകളേറെയായി ചെയ്യുന്നതായ ഓരോ സന്ദേശത്തിന്റെയും പ്രാധാന്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. നമുക്ക് ഒരു പോരാട്ടമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു യുദ്ധമുണ്ട്, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഉണ്ട് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ അടിവരയിട്ട് നമ്മളോട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫൈറ്റിംഗ് ഉള്ളത്? പ്രത്യേകിച്ച് പല ദൈവമക്കൾ എന്നറിയപ്പെടുന്നവരായ ആളുകളും അവരുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപക്ഷെ പരാതി പോലെ പറയുന്ന ഒരു കാര്യമാണ്, ദൈവമക്കൾക്കാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രശ്നമുള്ളത്. ആ പറയുന്നതിൽ വളരെയധികം യുക്തിയുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും അത് ഓരോ ദിവസവും അനുഭവിക്കുകയാണ്. എന്നാൽ ദൈവമക്കൾക്ക് മറ്റുള്ളവരെക്കാളും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആശ്വസിക്കപ്പെടുകയും സമാധാനിപ്പിക്കപ്പെടുകയും ദൈവത്താൽ നിലനിർത്തപ്പെടുകയും ചെയ്യുന്നവരായ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവമക്കൾ മാത്രമായിരിക്കും. എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് ധാരാളം പ്രശ്നമുള്ളത്? നമ്മൾ ആദ്യം മുതലേ ഈ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. എപ്പോഴും പിശാച് ദൈവമക്കൾക്കെതിരെ അവന്റെ സ്കീംസുമായിട്ട്, അവന്റെ പദ്ധതികളുമായി കടന്നു വരും. എങ്ങനെ അവർ നിൽക്കുന്നതായ കൃപയിൽ നിന്നും, ദൈവം അവരെ നിലനിർത്തിയിരിക്കുന്നതായ ആ പൊസിഷനിൽ നിന്നും അവരെ തള്ളി താഴെയിടാം എന്നുള്ളതാണ് പിശാചിന്റെ ആലോചന. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളാണ് പിശാച് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് ആളുകൾ ചിന്തിക്കാറുണ്ട്, പിശാച് വരുന്നത് എന്റെ വീട്ടിലെ ഭൗതികമായ കാര്യങ്ങളെ തകർക്കാനാണ് എന്നുള്ളത്. പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട് എന്റെ അധ്വാനത്തെ ഇല്ലായ്മ ചെയ്യാനാ എന്നുള്ളതൊക്കെ. പക്ഷെ ഇതിന്റെ എല്ലാം പുറകിൽ പിശാചിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മെ നിരാശരാക്കി, നമ്മെ ആ ദൈവം നിലനിർത്തിയ ആ സ്ഥാനത്ത് നിന്നും നമ്മൾ മാറിപ്പോകുവാനാണ്. പക്ഷെ ആ ഒരു പൈശാചിക ആക്രമണങ്ങളെ, ആ സാത്താനിക ആക്രമണങ്ങളെ എതിർക്കുവാനുള്ളത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഇതേ ആശയം വരുന്നതായ കാര്യം നമുക്ക് വായിപ്പാനിടയായി തീർന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ അത്രേ നമുക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്, ഈ പിശാച് നമുക്കെതിരെയുള്ള അവന്റെ തന്ത്രങ്ങൾ, അവന്റെ ആലോചനകൾ, പദ്ധതികൾ നമുക്കെതിരെ കൊണ്ടുവരുമ്പോൾ, നമുക്ക് പോരാട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഈ യുദ്ധത്തിൽ പിശാചിനോട് പരാജയപ്പെട്ടു പോകും. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതായ ആത്മീയ യാഥാർത്ഥ്യം, നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ സഹോദരങ്ങളോടോ പ്രിയപ്പെട്ടവരോടോ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ല, മറിച്ച് നമുക്ക് പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഇത് നമുക്ക് ദൈവം തരുന്നതായ ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ അതിൽ നിന്നും പരിശോധിക്കുന്നത് എന്താണ് ഈ വാഴ്ചകളും അധികാരങ്ങളും, അതായത് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്. എന്താണ് ദൈവവചനം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ദൈവവചനത്തിൽ നിന്നും നമ്മൾ വേദഭാഗങ്ങൾ വായിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട ആമുഖം ഞാൻ അതിനായി നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്നുള്ളതായ, വാഴ്ചകളും അധികാരങ്ങളും എന്നുള്ളതായ പ്രയോഗം ആത്മീകമായിട്ടുള്ള പ്രയോഗമാണ്.
അതിൽ തന്നെ ഏഞ്ചലിക് ആയിട്ടുള്ള പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു. അതായത് ദൂതന്മാരുടെ വാഴ്ച, ദൂതന്മാരുടെ അധികാരങ്ങൾ. അതേപോലെ തന്നെ ഡിമോണിക് ആയിട്ടുള്ള പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് ഉണ്ട് എന്നുള്ളതും വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥന, ദാനിയേൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് വേണ്ടി ദൈവത്തിന് ഇസ്രായേലിനോടുള്ള ഒരു വാഗ്ദത്തം നിറവേറുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സമയങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഒരു ദിവസത്തേക്കുള്ള ഒരു പ്രാർത്ഥനയായിരിക്കാം, ഏതാനും ചില മണിക്കൂറുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കാം. പക്ഷെ ആ പ്രാർത്ഥന നീണ്ടുപോകുവാനിടയായി തീർന്നു. 21 ദിവസമുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അത് മാറി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ പ്രാർത്ഥനയുടെ മറുപടി, പ്രാർത്ഥന തടസ്സപ്പെട്ടില്ല. കാരണം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാകയാൽ ആ പ്രാർത്ഥനയെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസത്തോടു കൂടിയ ഉള്ള പ്രാർത്ഥന അത് ശക്തിയുടെ പ്രാർത്ഥനയാണ്, അത് അധികാരത്തിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ തടുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ പ്രാർത്ഥനയുടെ മറുപടികളെ പിശാച് തടുക്കുവാൻ ഇടയായി തീരും. അതാണ് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥിക്കുന്ന നമ്മൾ ആ പ്രാർത്ഥനാ വിഷയത്തോട് യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ നമ്മൾ നമ്മുടേതായ നിലയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, അതിന്മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകാതിരിക്കുമ്പോൾ, നമ്മൾ അതിൽ സംശയിക്കുമ്പോൾ പലപ്പോഴും പിശാച് പ്രാർത്ഥനയുടെ മറുപടികളെ തടഞ്ഞു കളയും. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്റെ പ്രാർത്ഥന ദൈവസ്ഥലത്തിലേക്ക് ചെല്ലുന്നത് തടയപ്പെടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ തടയപ്പെടുന്നു? അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ സംശയമായി മാറുമ്പോഴും നമ്മൾ അവിശ്വസിക്കുമ്പോഴും പ്രാർത്ഥനയുടെ മറുപടികൾ തടയപ്പെടുമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ചോദ്യം ഇതായിരിക്കാം, ദാനിയേലിന്റെ പ്രാർത്ഥന എന്തുകൊണ്ട് തടയപ്പെട്ടു? ആ തടയപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ദേശത്തിന്റെ ആധിപത്യ ശക്തികളായിരുന്നു. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനയിൽ തുടരുമ്പോഴും ആത്മീയമായ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ, ആത്മീയമായ സാഹചര്യങ്ങളിൽ തന്നെ നമ്മൾ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് ചെയ്യുന്നതായ കാര്യങ്ങളെ തടുക്കുവാൻ ലോകത്തിൽ ശക്തിക്ക് കഴിയത്തില്ല. എന്നാൽ അതേസമയം തന്നെ നമ്മളുടെ അനുഗ്രഹങ്ങളെ ചോദ്യം ചെയ്യുവാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എന്താണ് അവിടെ കാണുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ ദൂതന്മാർ ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ വെച്ച് ഈ സാത്താന്റെ ശക്തിയെ തോൽപ്പിച്ച് ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ ദാനിയേലിന് ലഭ്യമാക്കി കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് ഒരു പോരാട്ടമുണ്ട്, അത് ആത്മീയമായ പോരാട്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുടർമാനമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ പോരാട്ടങ്ങളെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ടി പോരാടുന്നത് ദൈവം തന്നെയാണ്. അങ്ങനെയല്ലേ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതായ വിഷയത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, നമ്മൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം, ഒരിക്കലും സംശയിക്കരുത്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും, എന്റെ ചേർച്ചിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും, എന്റെ സമൂഹത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. എന്ന് മാത്രമല്ല, നമ്മൾ ദൈവം മുമ്പാകെയും ഈ ലോകത്തിന് മുമ്പാകെയും വിശുദ്ധിയോടും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ഒരു സാത്താന്യ ശക്തിക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ തടുക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ ഈ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്നത് ഒരു ആത്മീയമായ ശക്തിയാണ്. അത് പൈശാചികമാകാം, അത് ദൈവീകവുമാകാം, അതായത് ഏഞ്ചലിക്കുമാകാം. പക്ഷെ ഇവിടെ ബൈബിളിൽ എപ്പോഴും മിക്കപ്പോഴും പറയുന്നത് ഈ ഡെമോണിക് ആയിട്ടുള്ള പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ് ആണ്, സാത്താനികമായിട്ടുള്ള വാഴ്ചകളും അധികാരങ്ങളുമാണ്. കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 24-ാം വാക്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും.
അതായത് ഈ വാഴ്ചകളെയും അധികാരത്തെയും ദൈവം തന്നെ നീക്കിക്കളയും എന്നുള്ള ഒരു വളരെ വലിയ പ്രൊഫസി ഇവിടെയുണ്ട്. കർത്താവ് യേശുക്രിസ്തു ഗദരദേശത്തേക്ക് ചെല്ലുമ്പോൾ ആ ഭൂതഗ്രസ്തൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറയുന്നു. അതായത് സാത്താന് തന്നെ, അല്ലെങ്കിൽ ഈ വാഴ്ചകൾക്കും അധികാരങ്ങൾക്ക് തന്നെ തങ്ങളുടെ വിധി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. പരാജയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെ അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് പറയുമ്പോൾ അത് വാഴ്ചകളെയും അധികാരങ്ങളെയും എന്നുള്ളതാണ്. കേവലം സാത്താനെ ഒരു സിംഗുലർ ഫോമിൽ ഇവിടെ അവതരിപ്പിക്കുകയല്ല ദൈവത്തിന്റെ വചനത്തിലൂടെ അപ്പോസ്തലൻ പൗലോസ് ചെയ്യുന്നത്, മറിച്ച് പ്ലൂറലായിട്ട് സംസാരിക്കുന്നു. അതിന്റെ അർത്ഥം സാത്താൻ മാത്രമല്ല, സാത്താന്യ സൈന്യം ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഒരു ദൈവവേദനെതിരെ കടന്നു വരുന്നത് കേവലം സാത്താൻ മാത്രമല്ല, ആ സാത്താന്റെ സൈന്യം മുഴുവനും അവന്റെ മേൽ കടന്നു വരികയാണ്. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ വാക്യത്തിൽ, ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് തരുന്നതായ വലിയൊരു കാഴ്ചപ്പാട് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ച ആത്മീകമായ കാര്യങ്ങൾ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അതിനർത്ഥം ആ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ആയുധം കർത്താവ് യേശുക്രിസ്തു അടിയറ വെപ്പിച്ചു. അതുകൊണ്ട് എന്താണ് ഫലം? ഇന്ന് അവർക്ക് ആയുധങ്ങളില്ല നമുക്കെതിരെ പ്രയോഗിക്കുവാൻ. അതിന്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും സാത്താന്റെ മേൽ ജയം കൊണ്ടാടുന്നു. ആ ജയം ആരുടേതാണ്? യേശുവിന്റെ ജയമാണ്. അതുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള യാതൊരു പ്രവൃത്തിയുമല്ല നമ്മുടെ വിജയത്തിന് ആധാരം. നമ്മുടെ വിജയത്തിന്റെ ആധാരം കർത്താവായി യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിലെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിജയത്തിന് വേണ്ടി ഒന്നും നമ്മളതായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല. കാരണം നമ്മളുടെ പ്രവൃത്തികളെല്ലാം തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിലെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യരുത് എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ആ ക്രൂശിൽ കർത്താവ് യേശുക്രിസ്തു ചെയ്തതായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ വിനിയോഗവും നടപ്പിലാക്കലുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. നമ്മുടെ പ്രാർത്ഥന കർത്താവ് യേശുക്രിസ്തു ക്രൂശി ചെയ്തതായ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. മറ്റൊരു വാക്യത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, മനുഷ്യപുത്രൻ വന്നത് സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ. അവിടെ അഴിപ്പാൻ എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൂലപദം ലുവോ എന്നുള്ളൊരു പദമാണ്. അതിന്റെ അർത്ഥം നിയമപരമായി യേശു സാത്താന്റെ പ്രവൃത്തികളെ റദ്ദ് ചെയ്തു. അതിന്റെ അർത്ഥം സാത്താന്റെ പ്രവൃത്തികൾക്കൊന്നും ഇനി വാലിഡിറ്റി ഇല്ല, അതിന് നിയമപരമായിട്ടുള്ള പ്രസക്തിയില്ല. കർത്താവ് അതിനെ നിരോധിച്ചു. അതുകൊണ്ട് അധികാരം പ്രാപിച്ച് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തതായ ആ പ്രവൃത്തിയുടെ സ്വാധീനത്താൽ നമ്മൾ അധികാരം പ്രാപിച്ച് സാത്താനോട് പറയുമ്പോൾ, അവന്റെ പ്രവൃത്തികളെ നമ്മൾ ശാസിക്കുമ്പോൾ, സാത്താന്റെ പ്രവൃത്തികൾ അവിടെ അപ്രസക്തമായി മാറും. ഇന്ന് ഏതെങ്കിലും തരത്തിൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സാത്താന്റെ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ, നമ്മൾ അധികാരം പ്രാപിച്ച് ഒരു പോലീസ് ഓഫീസർ അധികാരം പ്രയോഗിക്കുന്ന പോലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പിശാച് ഓടിപ്പോകുവാൻ ഇടയായിത്തീരും. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ മെതിച്ചു കളയും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ ഏത് വലിയ പ്രശ്നമാണെങ്കിലും, ഏത് വലിയ പോരാട്ടമാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ട. കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ ഈ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ആയുധം അവിടെ അടിയുറപ്പിച്ചതുകൊണ്ട് നമ്മൾ ഇന്ന് സാത്താന്റെ മേൽ ജയം കൈയാളുന്നവരാണ്. അതിനായിട്ടുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും, ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജിതരല്ല, മറിച്ച് നീ വിജയാളിയാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ സാത്താനിക
ആ ആധിപത്യ ശക്തികൾ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആധിപത്യം ഇടുന്നുണ്ടെങ്കിൽ ഇന്ന് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി, കർത്താവെ, ഞങ്ങൾ പരാജയപ്പെട്ട ഒരു യേശുവിന്റെ മക്കളല്ല, മറിച്ച് ജയാളിയായ യേശുവിന്റെ മക്കളാണെന്നോ, കർത്താവെ, ക്രൂശിൽ നടപ്പിലാക്കപ്പെട്ട ആ വിജയത്തെ ഞങ്ങൾ നടപ്പിലാക്കുന്നവരാണ് എന്നുള്ള ആ വസ്തുത തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ഒരു വേദഭാഗത്തിന് തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.